effective mass of electrons and holes in semiconductors എന്താണ് നോക്കാം. സെമികണ്ടക്ടേഴ്സിനകത്ത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ക്രിസ്റ്റലിന്റെ പീരിയോഡിക് ലാറ്റേഴ്സ് ഉണ്ട്, പീരിയോഡിക് അറേഞ്ച്മെന്റിലുള്ള ക്രിസ്റ്റൽ ലാറ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് അയോൺസ് ഉണ്ട്. ആ പൊട്ടൻഷ്യലിനകത്തൂടെയാണ് ഫ്രീ ഇലക്ട്രോൺ നമ്മുടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്, യു ക്യാൻ ട്രീറ്റ് ദ ഹോൾ ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ആസ് ഇമാജിനറി ക്ലാസിക്കൽ പാർട്ടിക്കിൾസ്. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഫ്രീ ഇലക്ട്രോണിനെയും ഹോളിനെയും, ഫ്രീ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും നമുക്ക് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആയി ട്രീറ്റ് ചെയ്യാം. സോ അപ്പോഴുള്ള അതിന്റെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും, ഫ്രീ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും മാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ആക്ച്വൽ മാസിനേക്കാളും കുറവായിരിക്കും. ഒരു ഫ്രീ ഇലക്ട്രോൺ റെസ്റ്റിൽ നിൽക്കുമ്പോഴുള്ള പുറത്ത്, സെമി കണ്ടക്ടറിനകത്ത് പുറത്ത് നമ്മളൊരു ഫ്രീ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്റ്റ് മാസ് നമുക്കറിയാം. ആ റെസ്റ്റ് മാസ് ആയിരിക്കില്ല ഒരു സെമി കണ്ടക്ടിങ് സിസ്റ്റത്തിനകത്തൂടെ ഒരു ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ. എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് ന്യൂട്ടോണിയൻ ഇക്വേഷൻ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന് നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴുള്ളതിന്റെ മാസ് എന്ന് പറയുന്നത് ആക്ച്വൽ റെസ്റ്റ് മാസിനേക്കാളും കുറവായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഈ മാസിനെയാണ് അതിന്റെ ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ പീരിയോഡിക് ലാറ്റേഴ്സിനകത്തൂടെ മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോണിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയും ഹാർഡ്ലി നോട്ടീസസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓഫ് ദ ക്രിസ്റ്റൽ അയോൺസ്, ലാറ്റിസ് അയോൺസ്. എക്സ്റ്റേണൽ ഫീൽഡ് മാത്രമുള്ളതായിട്ടാണ് ഈ ഫ്രീ ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ എക്സ്റ്റേണൽ ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നതിനകത്ത് എ ആക്സിലറേഷൻ, എം അതിന്റെ നോർമൽ മാസിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. ആ മാസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്രിസ്റ്റലിന്റെ പീരിയോഡിക് പൊട്ടൻഷ്യലിന്റെ എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺ സെമി കണ്ടക്ടറിനകത്താണ്, അത് പുറത്തല്ല. പുറത്ത് നമ്മൾ അറിയാം ഒരു സിംഗിൾ ഇലക്ട്രോണിന് അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബിഹേവിയർ എന്താണ്. ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിനകത്ത് എടുക്കുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റൈസ് അയോൺസിന്റെ പീരിയോഡിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ബിഹേവിയർ എന്ന് പറയുന്നത് സ്റ്റിൽ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇവിടെ എം ഇ സ്റ്റാർ ഇൻറ്റു എന്ന് കാണിച്ചത് ആ മാസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഈ മാസ് ഇലക്ട്രോണിന്റെ, ഫ്രീ ഇലക്ട്രോണിന്റെ നോർമൽ മാസിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും, യൂഷ്വലി കുറവായിരിക്കും. ഇതിനാണ് നമ്മൾ ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഹോൾസിന്റെ ഇഫക്റ്റീവ് മാസും ഡിസ്ക്രൈബ് ചെയ്യാം. ലാറ്റൈസ് അയോൺസിന്റെ ഇഫക്റ്റ് ആണ് ആ ഇലക്ട്രോൺസിന്റെ മാസ് നോർമൽ മാസിൽ നിന്ന്, റിയൽ ഇലക്ട്രോൺ മാസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരു ഇഫക്റ്റീവ് മാസ് ഉണ്ടാവാനുള്ള റീസൺ. നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ഈ മാസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് മാസ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ, ഇഫക്റ്റീവ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻസൈഡ് ദ സെമികണ്ടക്ടർ. അതേപോലെ നമുക്ക് ഹോൾസിന്റെ ഇഫക്റ്റീവ് മാസ് എം ഇ സ്റ്റാറും എം എച്ച് സ്റ്റാറും നമുക്ക് ഡിഫൈൻ. സ്റ്റാർ കാണിച്ചിരിക്കുന്നത് ഇഫക്റ്റീവ് മാസ് ആണ്, ഇറ്റ് ഇസ് നോട്ട് ആക്ച്വൽ മാസ് എന്ന് കാണിക്കാൻ വേണ്ടി ഡിഫൈൻ ചെയ്യാം. എം ഇ സ്റ്റാർ, എം എച്ച് സ്റ്റാർ, ഇഫക്റ്റീവ് മാസസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അപ്പോൾ നമ്മൾ വാലൻസ് ബാൻഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് ഇ സി മൈനസ് ഇ ബി, ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ ഡിഫറൻസ് ആണ്. ഇ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ ലോവർ മോസ്റ്റ് ആണ്, ബോട്ടം ആണ്. അതുപോലെ ഇ വി എന്ന് പറയുന്നത് ബാലൻസ് ബാൻഡിന്റെ ടോപ്പ് ആണ്. ഇപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടക്ഷൻ ബാൻഡിൽ ബാൻഡ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ എത്രത്തോളം മുകളിലാണ് ഇലക്ട്രോൺ, ആ എനർജി കാണിക്കുന്നത് ശരിക്കും ഇ സി ആണ് ഇലക്ട്രോണിന്റെ, ഫ്രീ ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ ബാൻഡിലുള്ള റിക്വയർഡ് മിനിമം എനർജി എന്ന് പറയുന്നത് ഇ സി. അപ്പോൾ ബാക്കിയുള്ള എനർജി, ആ ഡിഫറൻസ് ആ ഫ്രീ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. അതേപോലെ
നമ്മൾ വാലൻസ് ബാൻഡിലേക്ക് വരികയാണെങ്കിൽ വാലൻസ് ബാൻഡിൽ ഹോളിന്റെ മിനിമം എനർജി എന്ന് പറയുന്നത് EV ആണ്. കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോണിന്റെ മിനിമം എനർജി എന്ന് പറയുന്നത് EC ആണെങ്കിൽ വാലൻസ് ബാൻഡിൽ ഹോൾസിന്റെ മിനിമം എനർജി എന്ന് പറയുന്നത് EV ആണ്. അവിടെ നിന്ന് എത്രത്തോളം താഴേക്ക് വരുന്നു അത്രയും ഹോൾസിന്റെ എനർജി കൂടും. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഒരു ഹോള് നമ്മൾ താഴെയാണെന്ന് കൺസിഡർ ചെയ്തത്, താഴേക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്തോറും അതിന്റെ എനർജി കൂടും. ഹോൾസിന്റെ മിനിമം എനർജി ആ ബാൻഡ് ഡയഗ്രത്തിൽ EV ആണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ മിനിമം എനർജി EC ആണ്. അവിടെ നിന്ന് മുകളിലോട്ട് കണ്ടക്ഷൻ ബാൻഡിൽ മുകളിലേക്ക് പോകും തോറും ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അതുപോലെ വാലൻസ് ബാൻഡിൽ ഹോളിന്റെ മിനിമം എനർജി എന്ന് പറയുന്നത് EV ആണ്. ഇവിടെ താഴേക്ക് വരുമ്പോഴാണ് ഹോൾസിന്റെ എനർജി കൂടുക. അപ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ ഇഫക്റ്റീവ് മാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് ഇഫക്റ്റീവ് മാസ്. ബിക്കോസ് മാസ് കുറഞ്ഞ പാർട്ടിക്കിൾസിന് മൊബിലിറ്റി കൂടുതലായിരിക്കും, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. മൊബിലിറ്റിയും കണ്ടക്ഷൻ പ്രോപ്പർട്ടീസും കണക്റ്റഡ് ആണ്. ചാർജ് ട്രാൻസ്പോർട്ടും മൊബിലിറ്റി കണക്റ്റഡ്. ഇഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ആ സെമി കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ചാർജ് ഏരിയസിന്റെ മൊബിലിറ്റി, കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ്, ചാർജ് ട്രാൻസ്പോർട്ട് ഇതിനൊക്കെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റർ. മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് ബാൻഡ് സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഇഫക്റ്റീവ് മാസസിലെ വ്യത്യാസം വരും. ഇഫക്റ്റീവ് മാസ് കുറയുന്നതനുസരിച്ച് മൊബിലിറ്റി കൂടുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ചില മെറ്റീരിയൽസിന്റെ സിലിക്കൺ, ജർമ്മേനിയം, ഗാലിയം ആർസനൈഡിനൊക്കെ ഇഫക്റ്റീവ് മാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആസ് എ റേഷ്യോ ഓഫ് Me*/Me. അതുപോലെ MH* ഹോൾസിന്റെ ഇഫക്റ്റീവ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോൺസിന്റെ ഇഫക്റ്റീവ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദ മാസ് ഓഫ് ആക്ച്വൽ മാസ് ഓഫ് ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. Me*/Me അതുപോലെ MH*/Me കാണിച്ചിട്ടുണ്ട്. സിലിക്കണിനകത്ത് Me* എന്ന് പറയുന്നത് 0.26 Me ആണ്. ആക്ച്വൽ ഇലക്ട്രോൺ മാസിന്റെ റിയൽ ഇലക്ട്രോൺ മാസിന്റെ 0.26 ടൈംസ് മാത്രമേ സിലിക്കണിനകത്ത് ഇലക്ട്രോൺസിന്റെ ഇഫക്റ്റീവ് മാസ് വരുന്നു ഫ്രീ ഇലക്ട്രോൺസിന്റെ. അതുപോലെ ജർമ്മേനിയം ആണെങ്കിൽ 0.12 ടൈംസ്. ഗാലിയം ആർസനൈഡ് നോക്കുക വളരെ കുറവ്, 0.068 ടൈംസ് മാത്രമേ. അതുപോലെ ഹോൾസിന്റെ. അപ്പൊ ഈ ഇഫക്റ്റീവ് മാസസ് സെമി കണ്ടക്ടീവ് മെറ്റീരിയൽസിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ അപ്ലിക്കേഷൻസിൽ, ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് അപ്ലിക്കേഷൻസിൽ നമ്മൾ ഏത് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ ഇഫക്റ്റീവ് മാസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും.